ഹലോ. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒന്നുകിൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടുകയാണ് എന്തിനെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: നമ്മുടെ കയ്യിലുള്ളത് ഒരു കാര്യം മാത്രമാണ്, അത് ഈ നിമിഷം മാത്രമാണ്. കഴിഞ്ഞു പോയ കാര്യത്തിലും ഇനി വരാനിരിക്കുന്ന കാര്യത്തിലും നമുക്ക് വലുതായ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ റീസെൻ്റ്ലി വായിച്ച് ഫിനിഷ് ചെയ്ത ഒരു ബുക്കിനെ പറ്റി പറയാനാണ്. ബുക്കിൻ്റെ പേരാണ് ദ പവർ ഓഫ് നൗ. ഇത് എഴുതിയിരിക്കുന്നത് ഇഖാട്ടെ ടോളയാണ്. ഒരു ബെസ്റ്റ് ഇൻ്റർനാഷണൽ സെല്ലർ ബുക്കാണ്. ഒരുപാട് ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് വായിച്ചു നോക്കണം, ഉപകാരപ്പെടും. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഞാനിതിൽ നിന്ന് പഠിച്ചു. കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ബുക്കിൽ ടോളെ പറയുന്നൊരു കാര്യമുണ്ട്: നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അൺസ്റ്റോപ്പബിളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ പോലെ ആണ് നമ്മുടെ മനസ്സ്. ആ ചിന്തകൾ ഒന്നുകിൽ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആവശ്യമില്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊന്നും ഓർക്കുക, നമ്മളൊരിക്കലും നമ്മുടെ ആ ചിന്തകളാവരുത്. അതിൽ ടോളെ പറയുന്ന വേറൊരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതാണ്: യു ആർ നോട്ട് യുവർ മൈൻഡ്. അതെ, നമ്മൾ നമ്മുടെ മൈൻഡല്ല, നമ്മൾ നമ്മുടെ ചിന്തകളല്ല. നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചിന്തകളെ ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. നമുക്ക് കുറച്ച് നേരം പ്രസൻ്റായിട്ടിരിക്കാൻ പറ്റണം. നമ്മൾ ചിന്തകളെ ഒബ്സർവ് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ ഈ ബുക്ക് അതിന് കുറേ ടെക്നിക്കുകളൊക്കെ പറയുന്നുണ്ട്. വളരെ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് ടോളെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണ് കോഫി അല്ലെങ്കിൽ ചായ, എന്തായിക്കോട്ടെ. അപ്പം നിങ്ങൾ ആ കോഫി കുടിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ എന്തെല്ലാം ചിന്തകളാണ് പോകുന്നത്. നമ്മൾ ആ കോഫിയുടെ രുചി അറിഞ്ഞ് അതല്ലെങ്കിൽ അത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ടോ? നമ്മൾ മറന്നു പോവുകയാണ്. ആ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മളിങ്ങനെ കോഫി കുടിച്ചിട്ട് നമ്മുടെ ചിന്തകൾ പലതാണ്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരെ സഞ്ചരിക്കുന്നു. പിന്നിലോട്ടോ മുമ്പിലോട്ടോ ആണ് പോകുന്നത് അല്ലാതെ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുന്നില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 95% ആൾക്കാർ ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ജീവിക്കുന്നില്ല, നമ്മൾ ഈ ലൈഫിൽ ജീവിക്കാതെ പോവുകയാണ്. നമ്മൾ ഒന്നുകിൽ മുന്നോട്ടുള്ള സന്തോഷത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും സുഖവും ഒന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആവരുത് നമ്മളാരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ബുക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് തന്നെയാണ്. ഈ ബുക്കിലെ ആദ്യ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരു 10-30 പേജ് വായിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക ചെയ്തത് എൻ്റെ റീഡിങ്. അതിനുശേഷം ഒരു 10 ചാപ്റ്റേഴ്സാണ് ഇതിലുള്ളത്. ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോഴുകൾ ചേർന്നതാണ്. നമ്മൾ ഈ ഇപ്പോഴുകളിൽ ഈ നവ് ഈ സമയത്ത് നമ്മൾ ജീവിക്കുക. നമ്മൾ കൂടുതൽ നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒട്ടും വറീഡ് ആവണ്ട. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ നിങ്ങൾ പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള എന്താ പറയുക, ആ പ്രസൻറ്റ് മൊമെൻറ്റ് നമുക്ക് നഷ്ടമായി പോവും. സോ നിങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇതുപോലുള്ള ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഈ ബുക്ക് നമുക്ക് ഒറ്റയ്ക്ക് വായിച്ചിട്ട് പിന്നെ വീണ്ടും നമുക്ക് വായിക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. കാരണം കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടെൻഷൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. പ്രസൻ്റായിട്ടിരിക്കുക, നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ കുടിക്കുന്ന ചായ ഞാൻ പറഞ്ഞ പോലെ ആസ്വദിച്ച് കുടിക്കുക. ഇപ്പോൾ ഒരു പൂവിനെ കണ്ട് ആ പൂവിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്, ഞാൻ പറയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബുക്കുകളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർ വായിച്ചു നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പിന്നെ ഇത് നിങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വൺ മോർ തിങ്, ഇതുപോലെയുള്ള നല്ല ബുക്കുകളുണ്ടെങ്കിൽ എനിക്കൂടെ റെക്കമെൻഡ് ചെയ്യുക. എനിക്ക് ഇതുപോലെയുള്ള ബുക്കുകൾ വായിക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.